ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷണൽ മോൺസ്റ്റർ. സി, ഫോക്കസ് ഡീവിയേറ്റ് ആവാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് കാരണങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് എമോഷണൽ അൺസ്റ്റെബിലിറ്റി. അതായത് ഒരാള് സ്റ്റേബിൾ അല്ല, എമോഷണലി സ്റ്റേബിൾ അല്ലാത്ത ഒരാൾ, അയാൾക്ക് ഏതു സമയവും അയാളുടെ ഫോക്കസ് ഡീവിയേറ്റ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളുടെ എമോഷൻസ് സ്റ്റേബിൾ ആണോ അല്ലേ എന്നുള്ളത് നമ്മളാണ് തിരിച്ചറിയേണ്ടത്. അവനവന്റെ വൈകാരിക തലങ്ങൾ സ്റ്റേബിൾ ആക്കി എടുക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും അവനവനിൽ തന്നെ നിക്ഷിപ്തമായ ഉത്തരവാദിത്തമാണ്. എമോഷൻസിനെ കുറിച്ച്, വൈകാരിക തലങ്ങളെ കുറിച്ച് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ആക്ച്വലി എമോഷണൽ ലേണിംഗ് മുതൽ എമോഷണൽ അണ്ടർസ്റ്റാൻഡിങ്, എമോഷണൽ റിയലൈസേഷൻ, എമോഷണൽ ലോക്കിംഗ്, എമോഷണൽ മാനേജ്മെന്റ്, എമോഷണൽ സ്റ്റെബിലിറ്റി, എമോഷണൽ മാസ്റ്ററി എന്നൊക്കെ പറയുന്ന ഒരു 7 അതിൽ കൂടുതൽ സ്റ്റെപ്പുകൾ ഒരു എമോഷനുമായി, വൈകാരികവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഒരു 30 വർഷങ്ങൾക്ക് മുമ്പൊക്കെ, അല്ലെങ്കിൽ 1980 വരെ ഒക്കെ എമോഷണലി ആളുകൾ കുറച്ചുകൂടി സ്റ്റേബിൾ ആയിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് എമോഷണൽ വേരിയേഷൻ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോ ഇതിന് വർഷത്തിന് എന്താണ് ഈ എമോഷണൽ സ്റ്റെബിലിറ്റിയുമായിട്ട് ബന്ധം? നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായി എമോഷണൽ സ്റ്റെബിലിറ്റിക്ക് വലിയ ബന്ധമുണ്ട്. എമോഷണൽ മാനേജ്മെന്റിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സാധിക്കാതെ വൈകാരികമായിട്ട് ഒരാൾക്ക് നിയന്ത്രണം ഉണ്ടാവാതിരിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങൾ ഒരു ഇൻഡിവിജ്വലിന്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കെമിക്കലുകൾ ആണ്. 300-ലേറെ കെമിക്കലുകൾ, എൻസൈംസും ഹോർമോണും ഉൾപ്പെടെ ഒരു മനുഷ്യ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അത് ഓരോ കെമിക്കലുകളും നമ്മളുടെ ഓരോ ഇമോഷനുമായിട്ടും ഒരുപാട് കെമിക്കലുകൾക്ക് ബന്ധമുണ്ട്. എമോഷനുകളുമായിട്ട്, വൈകാരിക തലങ്ങളുമായി ബന്ധമുള്ള ഓരോ കെമിക്കലുകൾ ഉൽപ്പാദിക്കപ്പെടുന്നതിന്റെ വേരിയേഷൻ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ കൃത്രിമമായി കഴിക്കേണ്ടി വരുന്ന പല ഭക്ഷണങ്ങളിൽ നിന്നും, അത് ഹോർമോൺ ഇഞ്ചക്ട് ചെയ്ത ഭക്ഷണങ്ങളായിരുന്നാലും അല്ലാത്ത ഭക്ഷണങ്ങളായിരുന്നാൽ പോലും, ആധുനിക ഭക്ഷ്യക്രമത്തിലോ ഭക്ഷണത്തിലോ ധാരാളമായിട്ട് അനാവശ്യമായ പല ഹോർമോണുകളും നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെടും. ഇതാണ് ഞാൻ ചില വർഷങ്ങളുടെ കണക്ക് പറയാനുണ്ടായ കാരണം. അതുകൊണ്ട് തന്നെ വളരെ ശാന്തമായി, ഫോക്കസ്ഡായി, സമാധാനത്തോടു കൂടി, സംയമനത്തോടു കൂടി ഒരു കാര്യത്തിന് പോകുന്ന ഒരാൾക്ക് അയാളുടെ എമോഷനെ ഡൈവേർട്ട് ചെയ്യാൻ ലോകത്തുള്ള ആർക്കും സാധിക്കും. കാരണം അയാൾ ശാന്തനാണെങ്കിലും അയാളുടെ സ്റ്റേബിൾ അല്ല എന്നുള്ളത് ആ ഡൈവേർട്ട് ചെയ്തപ്പോഴും മനസ്സിലാവും. രാവിലെ ഓഫീസിലേക്ക് ഓടിക്കയറി വരുമ്പോൾ ഓട്ടോക്കാരൻ 20 രൂപക്ക് പകരം 35 രൂപ വാങ്ങിയതിന്റെ പരിഭവവുമായി ഓഫീസിലേക്ക് കയറി വരുന്ന ഒരു
ഓഫീസർ, ഒരു ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ താൻ ഓഫീസിൽ കയറി വന്ന് തന്റെ മുഖത്തെ പരിഭവം ഓഫീസിലെ മുഴുവൻ ആളുകളെയും അറിയിക്കുകയും അത് ആളുകൾ ചോദിക്കുന്നതിനനുസരിച്ച് വിശദീകരിച്ചു കൊണ്ടേയിരിക്കുകയും 11 മണിക്കുള്ള ഇടവേളയിൽ ചായക്കിടയിലും ഉച്ചക്ക് ലഞ്ച് കഴിക്കുന്നതിനിടയ്ക്കും ഒക്കെ ആളുകളോട് എന്നാലും എൻ്റെ രാവിലത്തെ പരിഭവം തീർന്നിട്ടില്ല, എൻ്റെ പ്രശ്നം തീർന്നിട്ടില്ല, അത് വല്ലാത്തൊരു ദിവസമായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന എത്രയോ ആളുകളെ ദിനേനെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കാണേണ്ടി വരുന്നു. എന്താണ് കാരണം? ഇതിന്റെ ഓരോ സാഹചര്യവും നമുക്ക് പാഠങ്ങൾ നൽകുന്നു എന്നതിലപ്പുറം ആ പാഠത്തിൽ ദുഃഖിക്കാനോ എമോഷണലി സ്റ്റെബിലിറ്റി നഷ്ടപ്പെടേണ്ടതോ മറ്റുള്ള ആളുകളുടെ എമോഷൻസിനെ തകരാറിലാക്കാനോ മറ്റുള്ളവരിലേക്ക് ദുഃഖം പകരാനോ പ്രയാസങ്ങൾ പകരാനോ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാധ്യമാകുന്നിടത്താണ് മറ്റുള്ളവർക്ക് എനർജി പാസ് ചെയ്യുക. ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷൻ മോൺസ്റ്റർ സ്വാഭാവികമായിട്ട് ഓറഞ്ച് ആപ്പിൾ എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് കളറിങ് ലൈഫ്സ് ഫ്രൂട്ട്ഫുള്ളി. ജീവിതങ്ങൾക്ക് മനോഹരമായ നിറങ്ങൾ പകരുക എന്നതിലപ്പുറത്തേക്ക് ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. കാരണം ഒരു മൊമെന്റ് നിറം പകരാൻ സാധിച്ചാൽ മറ്റൊരാളുടെ നിലവിലുള്ള ആവേശത്തിന് ശക്തി പകരാൻ സഹായിക്കും. അതിനു പകരം മറ്റുള്ളവരുടെ നിലവിലുള്ള ഊർജത്തിന് ശക്തി പകരാതെ ആ ഊർജം ചോർത്തിക്കളയുന്ന തരത്തിൽ ഇത് തന്നെയാണ് ചുറ്റുപാട് നമുക്ക് നൽകുന്നത്. അപ്പൊ ചുറ്റുപാട് നമുക്ക് നൽകുന്നതിനെ എമോഷണലി ടാക്കിൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ അത്യാവശ്യമായി മുന്നോട്ട് പോകേണ്ട ഓരോ ഫോക്കസിനെയും അത് തെറ്റിച്ചു കളയും എന്നുള്ളതാണ്. ഇയർ ഓഫ് ഫോക്കസ് 2025 കുറിച്ച് സംസാരിക്കുമ്പോൾ ആര് നമ്മളുടെ ഫോക്കസിനെ ഡീവിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും വളരെ കൂളായിട്ട് അത് ഹാൻഡിൽ. ചില വീട്ടമ്മമാരൊക്കെ കുട്ടികൾ ചോദിക്കാറുണ്ട്, എന്നും ഇവിടെ പുട്ടാണോ വെള്ളപ്പാണോ എന്നൊക്കെ ചോദിക്കും. വളരെ കൂളായിട്ട് മറുപടി പറയുന്ന രക്ഷിതാക്കളുണ്ട്. പക്ഷെ അത് വളരെ സീരിയസ് ആയിട്ട് മനസ്സിലെടുത്ത് അതിഗംഭീരമായ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന മാനസികമായി തകർന്നു പോകുന്ന രക്ഷിതാക്കളുണ്ട്. അതിന് വളരെ കൂളായിട്ട് ഓ ഇവിടെ പുട്ട് തന്നെയാണ്, വേണമെങ്കിൽ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നീ എണീറ്റ് വെക്കോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരത് ചിലതൊക്കെ അവര് എന്താണ് ആളുകളെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടോ മറുപടി പറയാൻ വേണ്ടിയിട്ടോ അല്ല, അതിനപ്പുറത്തേക്ക് അവനവന്റെ ഫോക്കസ് തെറ്റിക്കാൻ ആരെയും സമ്മതിക്കാതിരിക്കാൻ വേണ്ടി കൂടി ചെയ്യുന്ന ആൾക്കാർ. ചിലതൊക്കെ വളരെ കൃത്യമായി സ്റ്റാൻഡേർഡ് ആയിട്ട് മറുപടി പറഞ്ഞിട്ടില്ല, അത് ഉൾക്കൊണ്ട് അതിനനുസൃതമായിട്ട് മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ജീവിച്ചാൽ നമ്മളുടെ ഇമോഷൻ തകരാറിലായി പോകും. സോ ഇമോഷൻസ് തകരാറിലാവുക എന്ന് പറഞ്ഞാൽ ഇമോഷണൽ വേരിയേഷൻ സംഭവിക്കും. കൂൾ, വിനയം അല്ലെങ്കിൽ സമാധാനം, ശാന്തത എന്നൊക്കെ പറയുന്ന തൻ്റെ ഇമോഷണൽ ഏരിയയിൽ നിന്ന് ആങ്കർ എന്ന് പറയുന്ന മറ്റൊരു ഇമോഷണൽ ഏരിയയിലേക്ക് ഓട്ടോ സ്വിച്ചിങ് നടക്കുന്ന ഒരു സന്ദർഭമാണ്. മറ്റുള്ള ആളുകൾ നമ്മളുടെ ഇമോഷൻസിന് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഒരാളുടെയും ഇൻഫ്ലുവൻസ് കാരണം എൻ്റെ ഇമോഷൻ ഓട്ടോ സ്വിച്ച് ആവരുത് എന്ന് ശക്തമായി ഉറപ്പിച്ച് തീരുമാനിക്കാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റൂ. സോ ട്രൈ ടു സർവൈവ് ഇൻ ദ മെയിൻ സ്ട്രീം ഓഫ് ഫോക്കസ്. ഇൻസ്റ്റഡ് ദ എമോഷൻസ് ആർ കൺട്രോളിങ് യു. എമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിനപ്പുറം എമോഷൻസ് നമ്മളെ കൺട്രോൾ ചെയ്യുകയോ നമ്മുടെ എമോഷൻസിനെ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുകയോ ചെയ്യുന്ന അവസ്ഥ ഇല്ലാതെ ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒന്ന് രണ്ടാമതും കൂടി ആലോചിക്കുന്നത് വളരെ നന്നായിരിക്കും. സോ ലെറ്റ് us streamline our emotions, let us control our emotions, let us be the master of emotions, so we can streamline, we can more focus on our goals and dreams. സോ ഡീവിയേഷനിലേക്ക് പോകുന്നതിനപ്പുറം ഫോക്കസിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. I wishing you all the very best and have a great day. God bless. Thank you so much and love you all. Bye for now. Thank you, sir.